ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം ബിടെക് കോഴ്സ് പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും മികച്ചൊരു സാധ്യതയിലേക്ക് എത്താനാണ്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അല്ല വേൾഡിൽ തന്നെ ഏറ്റവും മികച്ചൊരു ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ദാറ്റ് എക്സാമിനേഷൻ ഈസ് VIT JEE 2026. ഈ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറഞ്ഞാൽ എക്സലന്റ് പ്ലേസ്മെന്റ് ആണ്. ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന ക്യാമ്പസാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. രണ്ടാമതായിട്ടുള്ള അവരുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പോഷർ ആണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക. ഇതിനോടൊപ്പം ഒരു പ്രാക്ടിക്കൽ ഫെസിലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷർ ആണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്യാമ്പസിൽ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിന് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2026 ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെ ഓൺലൈനായിട്ട് നടക്കുന്ന CBT എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ധൃതി വെക്കണ്ട, പക്ഷേ എത്രയും വേഗം ചെയ്തു തീർക്കുക. എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 2026 മാർച്ച് 31 ആണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഒക്ടോബർ 25 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. വെല്ലൂരിന്റെ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ വെല്ലൂർ ക്യാമ്പസ്, ചെന്നൈ ക്യാമ്പസ്, അമരാവതി ക്യാമ്പസ് ആൻഡ് ഭോപ്പാൽ ക്യാമ്പസ്. ഈ ക്യാമ്പസുകളിൽ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിന്റെ വെബ്സൈറ്റ് ആയ vit.vit.ac.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസ് 1300 rupees ആണ്. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, +2 60% മാർക്ക് ലഭിച്ച റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ 50% മാർക്കാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് VIT എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഓൺലൈൻ എക്സാമിനേഷൻ 2 hours എക്സാമിനേഷൻ ആണ്. ഫിസിക്സ് 35 questions, കെമിസ്ട്രി 35 questions, മാത്സ് ഓർ ബയോളജി 40 questions, ആപ്റ്റിറ്റ്യൂഡ് പോർഷനിൽ നിന്നും 10 questions, ഇംഗ്ലീഷ് 5 questions ഉൾപ്പെടെ ടോട്ടൽ 125 questions ആൻസർ ചെയ്യേണ്ട VIT JEE 2026 എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയായിട്ട് അറ്റൻഡ് ചെയ്താൽ 4 മാർക്കും തെറ്റായ ഒരു ആൻസറിന് -1 മാർക്കും അവാർഡ് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് VIT JEE 2026. ഈ പോർഷൻസ് എല്ലാം നാം പഠിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ 11th 12th പോർഷൻസ് ആണ്. നന്നായി പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം ഒരൽപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഇംഗ്ലീഷ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെ നാം എക്സാമിനേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നാം എക്സാമിനേഷൻ എഴുതിയാൽ എക്സാമിനേഷന്റെ റിസൾട്ട് മെയ്യിൽ ഓൺലൈനായി വെബ്സൈറ്റ് ത്രൂ പബ്ലിഷ് ചെയ്യും. ആ എക്സാമിനേഷൻ റിസൾട്ടിൽ നമുക്കൊരു നല്ല റാങ്കിൽ എത്തിയാൽ ഈ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസുകളിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിന് ഏറ്റവും മികച്ച ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഏറ്റവും മികച്ച ഒരു പ്രാക്ടിക്കൽ ഫെസിലിറ്റിയോടെ ഗ്ലോബൽ എക്സ്പ്ലോഷറോടെ പ്ലേസ്മെന്റ് കിട്ടുന്ന മികച്ച ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. ഇപ്പോൾ ആൽഫ അക്കാഡമിയിലും ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം വൈസ് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഗൈഡൻസും വിദ്യാർത്ഥികൾക്ക് നൽകും. ഇനി ഈ വീഡിയോയിലൂടെ ഈ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാ പേരൻസിനും വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ ഏറ്റവും മികച്ച എക്സാമിനേഷൻ ആണ്, ഏറ്റവും മികച്ച ക്യാമ്പസ് ആണ്, ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനിലേക്ക് നമ്മെ എത്തിക്കുന്ന ക്യാമ്പസ് ആണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വീണ്ടും ഓർക്കുക, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്യേണ്ടത് മാർച്ച് 31 മുമ്പായാണ്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ 134 സെന്ററുകളിലായി ഓൺലൈൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് 9 എക്സാമിനേഷൻ സെന്റർ ആണ് VIT JEE എക്സാമിനേഷൻ 2026 ഉള്ളത്. ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള ഏറ്റവും മികച്ച ക്യാമ്പസുകളായ IIT-കളും NIT-കളും IIITs ഒക്കെ പോലെ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് ഒരു പേടിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഓട്ടോണമസ് ക്യാമ്പസ് ആണ് VIT JEEയുടെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസുകൾ. നമുക്ക് ഉറപ്പാക്കാം NCERT-യുടെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനെ ഓർ ബയോളജി പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഈ മികച്ച എക്സാമിനേഷൻ
നമ്മുടെ മക്കൾ എഴുതുന്നുണ്ട് എന്ന് ഉറപ്പാക്കാം, അതിനുവേണ്ടി നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. ഈ പഠിക്കുന്ന സമയത്തും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. അതെങ്ങനെയെന്നല്ലേ? നമ്മുടെ റിപ്പീറ്റർ ബാച്ചിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ലോങ് ടൈം കോച്ചിങ്ങിലൂടെ. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പഠിക്കണോ? അതും ഏറ്റവും മികച്ചത് ആൽഫ അക്കാഡമി നൽകുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായി 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾ +2 ശേഷമുള്ള ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഫോക്കസ് ചെയ്യുകയാണോ എങ്കിൽ ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ റെസിഡൻഷ്യൽ സ്കൂൾ ക്യാമ്പസിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. പഠനം എങ്ങനെയുമാകട്ടെ വിജയം നേടിത്തരാൻ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ അത് നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എൻട്രൻസിന്റെ പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.